നമസ്കാരം. എൻ്റെ പേര് അരുൺ. ഞാൻ ഗഞ്ചിറ കലാകാരനാണ്. കോട്ടയം ജില്ലയിലെ പനമറ്റം എന്ന ദേശത്താണ് ഞാൻ താമസിക്കുന്നത്. കഴിഞ്ഞ 15 വർഷമായിട്ട് ഈ കലാമേഖലയിൽ ഫീൽഡിൽ ഞാൻ പ്രവർത്തിക്കുന്നു. എൻ്റെ ഗുരുനാഥൻ പ്രശസ്ത മൃദംഗ വിദ്വാൻ കങ്ങഴ ശ്രീ വാസുദേവൻ നമ്പൂരി സാറാണ്. ഞാൻ ഇപ്പോൾ മലയാളം അധ്യാപകനായി സ്കൂളിൽ ജോലി ചെയ്യുന്നു. ഗഞ്ചിറ എന്ന വാദ്യം കച്ചേരികളിൽ ഉപപക്കം ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. മൃദംഗം, വയലിൻ തുടങ്ങിയ വാദ്യങ്ങൾക്കൊപ്പം തന്നെ ഗഞ്ചിറയും കൂടെ ഇരുന്ന് ഉപപക്കമായിട്ട് പാട്ടുകാർക്കും വയലിൻകാർക്കും മൃദംഗക്കാർക്കും എല്ലാം ഒരു സപ്പോർട്ടായിട്ടാണ് വായിക്കുന്നത്. പിന്നെ പണ്ട് കാലങ്ങളിൽ നമ്മുടെ നാട്ടിൻ പ്രദേശങ്ങളിലെ ക്ഷേത്രങ്ങളിൽ നിലവിലിരുന്ന ഭജന സമ്പ്രദായം, ഭജന നമ്മുടെ പനമറ്റം ക്ഷേത്രത്തിലും ആ സമ്പ്രദായം ഇപ്പോഴും തുറന്നു പോടുന്നുണ്ട്. ആ ഭജനയ്ക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്ന വാദ്യമാണ് ഡെക്ക. ഈ ഡെക്ക എന്ന വാദ്യമാണ് ഗഞ്ചിറ. ഡെക്ക എന്ന വാദ്യത്തിൻ്റെ തനി നാടൻ ഭാഷാപ്രയോഗമാണ് ഗഞ്ചിറ. ഗഞ്ചിറയ്ക്ക് വളരെ പ്രാധാന്യം കൊടുത്തിരുന്നു. കാരണം പണ്ടുകാലം മുതലേ കച്ചേരികളിൽ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു വാദ്യമായിരുന്നു ഗഞ്ചിറ. ഭാരതീയ സംഗീതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഭാരതീയ സംഗീതത്തിൽ ഉൾപ്പെടെയുള്ള ആ ചരിത്രം എടുക്കുകയാണെങ്കിൽ ഗഞ്ചിറയ്ക്ക് വളരെ വർഷങ്ങൾക്ക് മുമ്പുള്ള പഴക്കം പറയാൻ സാധിക്കും. മൃദംഗവും ഗഞ്ചിറയും അങ്ങനെ ഒരു കോമ്പിനേഷൻ പണ്ട് തൊട്ടേ പറയാറുണ്ട്. കടമോർശങ്ങളൊക്കെ ഉണ്ട്. എങ്കിൽ തന്നെ ഗഞ്ചിറയും
മൃദംഗം ഗഞ്ചിരയും ആയിട്ടൊരു കോമ്പിനേഷൻ പണ്ടുകാലം തൊട്ടേ തമിഴ്നാട്ടിലും മറ്റ് കർണാടക മറ്റ് സംസ്ഥാനങ്ങളിലുള്ള എല്ലാ കച്ചേരികളിലും ഇവിടെ കേരളത്തിൽ പോലും മിക്ക കച്ചേരികളിലും ഗഞ്ചിരയ്ക്ക് വളരെയധികം പ്രാധാന്യം ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. കിഞ്ചിറയുടെ നിർമ്മാണം ഇതിൻ്റെ ഫ്രെയിമാണിത്, വട്ടം. അതായത് ഈ ഫ്രെയിം ഒന്നെങ്കിൽ പ്ലാവ് അല്ലെങ്കിൽ ആഞ്ഞിലി, മഹാഗണി തുടങ്ങിയ മരമാണ് ഇതിൻ്റെ ഫ്രെയിമിനായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ തോലെന്ന് പറയുന്നത് ഇതാണ്, ഇത്രയും ഭാഗം അതിൻ്റെ ഫ്രെയിമാണ്. കൂടാതെ ഇത്രയും ഭാഗത്ത് തോല് പൊതിയുകയാണ് ചെയ്യുന്നത്. തോല് മാടുക എന്ന് പറയും. ഈ തോല് ഉടുമ്പിൻ്റെ തോലാണ്. പക്ഷെങ്കിൽ സാധാരണ ഉപയോഗിക്കുന്നത് ആട്ടിൻതോലാണിത്. ഇതാട്ടിൻതോലാണ്. ആടിൻ തോല്, പശുവിൻ്റെ തോലൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ഉടുമ്പിൻ്റെ തോല് വളരെ റയറായിട്ടേ ഉപയോഗിക്കാറുള്ളൂ. പക്ഷെ കൂടുതലും ഉപയോഗിക്കുന്നത് പശുവിൻ്റെ തോല്, ആട്ടുന്നോലാണ്. രണ്ടിനും ഇമ്പമുണ്ട്, നാദമുണ്ട്. ഈ കിലുക്കം വന്നത് കേൾക്കുമ്പോൾ ഒരു സുഖം, ആസ്വാദകന് കേൾക്കുമ്പോൾ ഒരു കിലുക്കത്തിൻ്റെ ഒരു സൗണ്ട്, ഒരു ശബ്ദം, നാദം, അതിനുവേണ്ടിയാണ് ഇട്ടിരിക്കുന്നത്. പണ്ട് കാലത്തൊക്കെയുള്ള കിലുക്കം എന്ന് പറയുമ്പോൾ പഴയ 10 പൈസ തൊട്ടാണ് തുളച്ചിടുന്നത്. അതിപ്പം കിട്ടാത്തതുകൊണ്ട് സാധാരണ നമ്മുടെ 1 രൂപ പോലുള്ള കോയിനുകൾ, 2 രൂപ തുട്ടുകൾ, അങ്ങനെയുള്ള തുട്ടുകളാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഓരോരോ ശ്രുതിവശങ്ങൾ, അപ്പോൾ ഇതിപ്പം വളരെ കയറി നിൽക്കുകയാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ഈ മൃദംഗം, ഇഞ്ഞ്, പാട്ട്, വൈനൊക്കെ ഓരോ ശ്രുതിയുള്ള പോലെ തന്നെ ഗഞ്ചിരയ്ക്ക് ശ്രുതിയുണ്ട്. മൃദംഗത്തിൻ്റെ ലെഫ്റ്റ് സൈഡ് ഇടന്തലയ്ക്കാണ് ഗഞ്ചിരയുടെ ശ്രുതി ചേർക്കുന്നത്. ആ മൃദംഗത്തിൻ്റെ ഇടന്തല എങ്ങനെ ശ്രുതി ചേർന്നിരിക്കുന്നുവോ അതുപോലെ തന്നെ വേണം ഗഞ്ചിരയുടെ ശ്രുതിയും ചേരാൻ. അപ്പം നമ്മൾ ആ ശ്രുതി ചേർക്കാൻ വേണ്ടി ഇതിപ്പം വളരെ കയറി നിൽക്കുകയാണ്, ശ്രുതി കയറി നിൽക്കുകയാണ്. അപ്പോൾ ആ ശ്രുതി എളുപ്പം തറക്കാനായിട്ട് വെള്ളം എടുക്കുന്നു, അകത്ത് തളിച്ചെന്ന് മയപ്പെടുത്തുകയാണ്. അങ്ങനെ മയപ്പെടുത്തിയ ശേഷം വേണം നമ്മൾ വായിക്കാനായിട്ട്. ഇതാണ് പൊതുവെയുള്ള ഗഞ്ചിരയുടെ ആകൃതി.
ഓരോരുത്തർക്കും അവരുടെ കൈപ്പിടി ഒതുങ്ങുന്ന അല്ലെങ്കിൽ വലിപ്പം അനുസരിച്ചുള്ള കുറ്റികൾ തന്നെ വെക്കാം. നമ്മൾ ഈ 5 വിരലുണ്ട് സാധാരണ ഒറ്റക്കൈയിലാണ് വായിക്കുന്നത്. മൃദംഗത്തിൻ്റെ ചൊല്ലുകളെല്ലാം വായിക്കുന്നില്ലെങ്കിൽ പോലും ചില ചൊല്ലുകളൊക്കെ ഇത് വായിക്കാം. പക്ഷെങ്കിൽ പരിമിതിയുണ്ട്. മൃദംഗം എന്ന് പറയുമ്പോൾ 2 കൈയും വെച്ച് വായിക്കാം. ഗഞ്ചിര എന്ന് പറയുമ്പോൾ ഒറ്റ കൈയെ വായിക്കത്തുള്ളൂ. ആ ഒറ്റ കൈയിൽ നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന ചൊല്ലുകൾ ഈ ഗഞ്ചിരയിൽ വായിക്കാൻ സാധിക്കും. അതിൽ തന്നെ നമ്മുടെ വിരലിൻ്റെ മറിവുകൾ തിരിവുകൾക്കനുസരിച്ചാണ് ഗഞ്ചിരയുടെ സ്ഥാനം പറയുന്നത്. അപ്പം താ വായിക്കുമ്പോൾ 5 വിരലും പൊത്തി വായിക്കുകയാണ്. ഈ ചൂണ്ടുവിരലും ഈ 2 വിരലും ചേർത്തുള്ള വായനയുണ്ട്. ഇങ്ങനെ നമ്മുടെ കൈവിരലിങ്ങനെ മറിയുകയാണ്. ഇപ്പം പടത്തിലെ എല്ലാ വിരലും ഈ ഗഞ്ചിരയുടെ വാദനത്തിൽ പ്രയോഗിക്കുന്നുണ്ട്. നമ്മൾ ഈ ലെഫ്റ്റ് കൈ പിടിക്കുമ്പോൾ ഈ ഗമകം പറയും എന്നുവെച്ചാൽ ഇങ്ങനെ ഈ ഒരു സൗണ്ട്, ആ സൗണ്ട് കേൾപ്പിക്കുന്ന ഈ ലെഫ്റ്റ് കൈയിലെ ഈ വിരൽ അയച്ചു കൊടുക്കുകയാണ്. ഈ മുറുക്കുന്നു, അയക്കുന്നു. അതാണ് ഗമകം. താളം പറയുമ്പോൾ മൃദംഗത്തിൻ്റെ താളങ്ങൾ ആണ് കഞ്ചിറയിലും വായിക്കുന്നത്. സപ്ത താളങ്ങളാണ് ഉള്ളത്. ധ്രുവം, മധ്യം, അട, ജംബ, രൂപകം, ത്രിപുട ഇങ്ങനെയുള്ള 7 താളങ്ങളാണ് പ്രധാനമായിട്ടും താളപദ്ധതിയിലുള്ളത്. അപ്പോൾ ഈ 7 താളങ്ങളും ഗഞ്ചിറയിലും വായിക്കാറുണ്ട്. 7 താളങ്ങൾക്കും ചൊല്ലുകൾ വേറെ ഉണ്ട്. ആ 7 താളങ്ങളിൽ നിന്നുകൊണ്ടുള്ള ചട്ടക്കൂടെ നിന്നുകൊണ്ടുള്ള ചൊല്ലുകളും കോരുകളുമൊക്കെ ഗഞ്ചിറയിലും വായിക്കാറുണ്ട്. ആണ് സപ്തതാളങ്ങൾ. അപ്പം മൃദംഗത്തിൽ വായിക്കുന്ന എല്ലാ കോരുവകളും ചൊല്ലുകളും ഒന്നും ഗഞ്ചിറ സാധ്യമാകത്തില്ല. കാരണം പരിമിതിയുണ്ട്. ഒരു കൈ കൊണ്ട് വായിക്കുന്ന വാദ്യമാണ്. ആ മൃദംഗത്തിൻ്റെ ആയിട്ടുള്ള ചൊല്ലുകൾക്കുള്ള ആ ഒരു സ്വാതന്ത്ര്യം ഗഞ്ചിറയ്ക്ക് കിട്ടത്തില്ല. പക്ഷെ താളം ഉണ്ട്, രണ്ടും സമമാണ്. അല്ലെങ്കിൽ
മൃദംഗത്തിലും ഘടത്തിലും എല്ലാം വായിക്കുന്ന സപ്തതാളങ്ങൾ ഗഞ്ചിരയിലും വായിക്കും. ഇതിൻ്റെ ഗതികളുണ്ട്, ജാതികളുണ്ട്. അപ്പം അങ്ങനെ കുറേ കാര്യങ്ങൾ കൂടി ചേർന്നാണ് താളപദ്ധതി. വീട്ടിലെ എല്ലാവരും സംഗീത ആസ്വാദകരാണ്. അച്ഛൻ, അമ്മ, ജ്യേഷ്ഠൻ്റെ വൈഫ്, ഓള്, എൻ്റെ വൈഫ് ഡാൻസറാണ്, നർത്തകിയാണ്, കലാമണ്ഡലത്തിൽ പഠിച്ച ആളാണ്. പ്രൊഫഷണലായിട്ട് ഡാൻസ് വേദികളിൽ അവതരിപ്പിക്കുന്നുണ്ട്. മോനുണ്ട്, UKG ക്ലാസ്സിൽ പഠിക്കുന്നു. ചെറുപ്പക്കാലം തൊട്ട് തന്നെ വീട്ടിൽ നിന്നുള്ള പൂർണ്ണ സപ്പോർട്ട് ലഭിച്ചുകൊണ്ട് മാത്രമാണ് ഈ ഒരു മേഖലയിലേക്ക് കൂടുതലും ഇറങ്ങി വരാനും കൂടുതൽ പഠിക്കാനും പ്രോഗ്രാമുകൾ അവതരിപ്പിക്കാനുള്ള ഒരു മനസാന്നിധ്യം കൃത്യന്മാരുടെയും അച്ഛനമ്മമാരുടെയൊക്കെ അനുഗ്രഹത്താൽ കിട്ടിയിട്ടുള്ളത്. എപ്പോഴും അതങ്ങനെ പ്രോത്സാഹനങ്ങളും എല്ലാം വീട്ടിൽ നിന്നും കിട്ടുന്നുണ്ട്.